ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് തമിഴ്നാട്ടിൽ അണ്ണാമലൈ യുഗം തുടങ്ങിക്കഴിഞ്ഞു. കേവലം 8 മണിക്കൂർ മാത്രം ഒഴുകിയെത്തിയത് 8 ലക്ഷത്തിലധികം പേർ. ബി.ജെ.പിയുടെ ലേബലില്ലാതെ അണ്ണാമലയ്ക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചവരെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പുതിയ പ്രസ്ഥാനമായിട്ടുള്ള വി ദ ലീഡേഴ്സ് തമിഴകത്ത് വൻ ഹിറ്റായി മാറുകയാണ്. വെള്ളിയാഴ്ചയാണ് ബി.ജെ.പി അംഗത്വം രാജിവെച്ച് അണ്ണാമലൈ സ്വന്തം പ്രസ്ഥാനം പ്രഖ്യാപിച്ചത്. ഒരു ഓൺലൈൻ ലിങ്ക് വഴി ആരംഭിച്ച വോളണ്ടിയർ രജിസ്ട്രേഷന് ലഭിച്ച പ്രതികരണം തമിഴ്നാട് ചരിത്രത്തിൽ തന്നെ ഇന്നുവരെ കാണാത്തതാണ്. ലിങ്ക് തുറന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ ലക്ഷങ്ങളാണ് ഒഴുകിയെത്തിയത്. കൃത്യം 8 മണിക്കൂർ പിന്നിട്ടപ്പോൾ 8,68,676 പേർ ഈ മുന്നേറ്റത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. സാധാരണക്കാരുടെ രാഷ്ട്രീയം കെട്ടിപ്പടുക്കാൻ ഇറങ്ങിയ ഈ മുൻ IPS ഉദ്യോഗസ്ഥനൊപ്പം നിലവിലുള്ള നിരവധി ബി.ജെ.പി പ്രവർത്തകരും അണിചേർന്നിട്ടുണ്ട്. കോയമ്പത്തൂരിലെ APJ അബ്ദുൽ കലാം സെന്റർ ഫോർ എത്തിക്സ് ആൻഡ് പൊളിറ്റിക്സിന് കീഴിലാകും തുടക്കത്തിൽ ഈ പ്രസ്ഥാനം പ്രവർത്തിക്കുക. കഴിഞ്ഞ 18 മാസമായി ബി.ജെ.പി നേതൃത്വവുമായി നിലനിന്നിരുന്ന അഭിപ്രായ ഭിന്നതകൾക്കൊടുവിലാണ് 2020 കാക്കി കുപ്പായം വലിച്ചെറിഞ്ഞ് രാഷ്ട്രീയത്തിലിറങ്ങിയ അണ്ണാമലൈ ഈ കടുത്ത തീരുമാനമെടുത്തത്. ഇന്ത്യക്കാരനോ തമിഴനോ എന്ന ചോദ്യത്തിന് മുന്നിൽ തമിഴ് മണ്ണിലെ ഇന്ത്യൻ ദേശീയതയുടെ പുതിയ മുഖമായി ഒരു പുതിയ വഴിവെട്ടി അദ്ദേഹം സ്വയം മാറുകയായിരുന്നു. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് അണ്ണാമലയുടെ ആദ്യ വേദി. ഇതൊരു കേവലം സന്നദ്ധ സംഘടനയായി മാത്രം ഒതുങ്ങി നിൽക്കില്ല. അതിവേഗം ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഇത് രൂപാന്തരപ്പെടും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി കസേര തന്നെയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. സൂപ്പർ താരം രജനീകാന്തിന്റെ ആശീർവാദവും ഈ പുതിയ പരീക്ഷണത്തിന് പിന്നിൽ ഉണ്ടെന്നാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നത്. പാർട്ടി വിട്ടാൽ അണ്ണാമലൈ ഒരു സീറോ ആകുമെന്ന് കരുതിയിരുന്ന രാഷ്ട്രീയ എതിരാളികൾ 8 മണിക്കൂർ കൊണ്ട് 8 ലക്ഷം പേർ അണിനിരുന്നത് കണ്ടപ്പോൾ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുകയാണ്. അതെ, അണ്ണാമലൈ തുടങ്ങിക്കഴിഞ്ഞു. പണക്കൊഴുപ്പും കുടുംബവാഴ്ചയും അടക്കി വാഴുന്ന തമിഴകത്ത് വ്യക്തിപ്രഭാവം കൊണ്ടും ദേശീയതയുടെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടും ഒരു കൊടുങ്കാറ്റായി അദ്ദേഹം മാറുമ്പോൾ അത് ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. സിംഹം ഒറ്റയ്ക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതോടെ കളിയുടെ നിയമങ്ങൾ മാറി മറിയുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. മിസ്റ്റർ മലയാളം.